നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ചൊവ്വ രാശി മാറുകയാണ്. ചൊവ്വ എന്നത് സേനാധിപതി, ഭൂമികാരകൻ, സഹോദരകാരകൻ, രക്തം, അഗ്നി, ആക്രോശം, റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, കായികം തുടങ്ങിയ കാരകത്വങ്ങളുള്ള ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ്റെ വീടായ കന്നി രാശിയിലേക്ക് 2025 ജൂലൈ 28 മുതൽ സഞ്ചാരം തുടങ്ങുന്നു. ഏകദേശം 46 ദിവസത്തോളം, അതായത് 2025 സെപ്റ്റംബർ 13 വരെ ചൊവ്വ കന്നി രാശിയിൽ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. 12 രാശിക്കാരെയും ചൊവ്വയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന നമ്മുടെ മാന്യ പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര്യം ആദ്യ 2 പാദം ചേരുന്ന ഇടവൻ രാശിക്ക് ചൊവ്വ 7ഉം 12ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 4-ൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചൊവ്വ 2025 ജൂലൈ 28 പഞ്ചമസ്ഥാനമായ, അതായത് 5-ൽ കന്നി രാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു. ഏകദേശം 46 ദിവസം, അതായത് സെപ്റ്റംബർ 12 വരെ ചൊവ്വ കന്നിയിൽ സഞ്ചരിക്കും. ഇവിടെ ചൊവ്വ കന്നി രാശിയിലെ 3 നക്ഷത്രങ്ങളായ ഉത്രം, അത്തം, ചിത്തിരയിലൂടെ സഞ്ചരിക്കുന്നതാണ്. ഇടവൻ രാശിക്കാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് നോക്കാം. ചൊവ്വ ആദ്യം സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രത്തിൽ സഞ്ചരിക്കുന്നു. 28/7/2025 മുതൽ ഓഗസ്റ്റ് 12 വരെ. അതിനുശേഷം ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 2 വരെ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്ത നക്ഷത്രത്തിലും, അതിനുശേഷം ചൊവ്വയുടെ തന്നെ സ്വന്തം നക്ഷത്രമായ ചിത്തിരയിൽ 3/9/2025 മുതൽ സെപ്റ്റംബർ 12 വരെ പ്രയാണം ചെയ്യുന്നു. അപ്പോൾ ഈ 46 ദിവസം ഇടവൻ രാശിക്ക് ചൊവ്വ എന്തൊക്കെയാണ് ഫലങ്ങൾ നൽകാൻ പോകുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ചൊവ്വയുടെ യാതൊരുവിധ ഫലങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കാണില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ചൊവ്വ നീചനായും വക്രത്തിലും പിന്നെ കേതുവിൻ്റെ കൂടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ചൊവ്വയെ കൊണ്ട് യാതൊരു ഗുണവും നിങ്ങൾക്ക് ലഭിച്ചു കാണില്ല. ഈ സമയത്ത് പങ്കാളികൾക്കിടയിലെ സ്വരച്ചേർച്ചയും അഭിപ്രായ വ്യത്യാസങ്ങളും, അതുപോലെ തന്നെ കൂട്ടു ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർ തമ്മിലൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും വാഗ്വാദമൊക്കെ ഉണ്ടായിക്കാണും. എന്നാൽ അതൊക്കെ മാറി നിങ്ങൾ പരസ്പരം സന്തോഷത്തോടെ കഴിയാൻ പോകുന്ന സമയമായിരിക്കും ഇനി വരാൻ പോകുന്നത്. പൂർവ്വപുണ്യസ്ഥാനമായ 5 ചൊവ്വ സഞ്ചരിക്കുമ്പോൾ പൂർവിക സ്വത്ത് സംബന്ധമായി നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളും കേസ് വഴക്കുകളുമൊക്കെ ഇല്ലാതാകും. ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള യോഗവും ഉണ്ടാകും. സഹോദരങ്ങൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും വൈരാഗ്യവും മാറും. കമിതാക്കൾക്കിടയിലെ അകൽച്ച മാറി വിവാഹിതരാകാൻ തീരുമാനിക്കും. വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിവാഹം നടക്കുകയോ വിവാഹം ഉറപ്പിക്കുകയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. പങ്കാളി മൂലം നിങ്ങൾക്ക് ധനനേട്ടവും പ്രതീക്ഷിക്കാം. സമൂഹ മധ്യത്തിൽ നിങ്ങൾ അറിയപ്പെടും. ജോലിസ്ഥലത്ത് അംഗീകാരം, നിങ്ങളുടെ സത്പ്രവൃത്തി മൂലം പേരും പ്രശസ്തിയും ഉണ്ടാകും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ചൊവ്വ ഉത്ര നക്ഷത്രത്തിലൂടെ 28/7/2025 മുതൽ 12/8/2025 വരെ സഞ്ചരിക്കുമ്പോൾ എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ചൊവ്വ കന്നിരാശിയിൽ ആദ്യം ഉത്രം നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഉത്രം എന്ന് പറയുന്നത് സൂര്യൻ്റെ നക്ഷത്രമാണ്. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 12 വരെ ഉത്രം നക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കും. അപ്പോൾ സൂര്യൻ നിങ്ങൾക്ക് 4-ാം ഭാവാധിപതിയാണ്, സുഖാധിപതിയാണ്. ഈ സമയത്ത് വസ്തുവോ വീടോ വാങ്ങണമെന്ന ചിന്ത ഉടലെടുക്കും. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുകയാണെങ്കിൽ വിജയിക്കും.
സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ വിജയിക്കും. വീട്ടിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും. അതുപോലെ കായിക രംഗത്തുള്ളവർക്കും കായിക താരങ്ങൾക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഇത്. ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 2 വരെ ചൊവ്വ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. എന്തും ചെയ്യാമെന്നുള്ളൊരു ധൈര്യമുണ്ടാകും. അതുപോലെ ചെറിയ യാത്രകൾ മൂലം പ്രയോജനവും ഉണ്ടാകും. ഇളയ സഹോദരങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും. മുടങ്ങിപ്പോയ പ്രോജക്റ്റ് വർക്കുകളോ കരാറുകളോ വീണ്ടും ഏറ്റെടുത്ത് ചെയ്ത് വിജയിപ്പിച്ച് ധനനേട്ടമുണ്ടാക്കും. നിങ്ങൾക്ക് തൊഴിലഭിവൃദ്ധി ഉണ്ടാകും. സാഹിത്യ രംഗത്തുള്ളവർക്കും പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. അടുത്തതായി ചൊവ്വ തൻ്റെ സ്വന്തം നക്ഷത്രമായ ചിത്തിരയിലൂടെ സെപ്റ്റംബർ 2 മുതൽ 12 വരെ സഞ്ചരിക്കുമ്പോൾ 7-ാം ഇടം ആക്ടിവേറ്റ് ആകും. വിവാഹം തടസ്സം നേരിട്ടവർക്ക് നല്ല വിവാഹ ആലോചനകൾ വരുന്നതാണ്. ദമ്പതികൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെടും. ചിലർക്ക് വിദേശത്ത് പോകാൻ കഴിയും. അതുമല്ലെങ്കിൽ ജന്മനാട് വിട്ട് അടുത്ത സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ടതായും വരും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യത. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ കോപം കുറയ്ക്കുക. ആലോചിക്കാതെ എടുത്തുചാടി സംസാരിക്കുവാനോ ശാരീരികമായി ഏറ്റുമുട്ടാനോ ഒന്നും പോകരുത്. സന്താനങ്ങളെ കൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ മനോവേദനയോ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ പറഞ്ഞത് ചൊവ്വയുടെ ഗോചര സഞ്ചാരത്തിൻ്റെ ഒരു പൊതുഫലമാണ്. നിങ്ങളുടെ ജനനകാല ജാതകത്തിലെ ചൊവ്വയുടെ ഗ്രഹസ്ഥിതിയും നടപ്പ് ദശാഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.